CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 4 അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിട്ടതിന് ശേഷമുള്ള ഇവാൻ വുക്കോമാനോവിച്ച് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുൻ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ആദ്യ പ്രതികരണമാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരമായ ജീക്സൺ സിംഗിനെ കുറിച്ചാണ്. ഇനി നാലാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് അടുത്ത സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കരാറിനോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം അടുത്ത ISLന്റെ 11ാം സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഭാഗമായിരിക്കില്ല ഇവാൻ വുക്കോമാനോവിച്ച് എന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ കുറിച്ചും അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചും കൂടാതെ തന്നെ കേരളത്തെ കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവാൻ ആശാൻ പറഞ്ഞ ആ ഒരു വാക്കിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ട കേരളമേ, വികാരങ്ങളും കണ്ണുനീരും ഇല്ലാതെ ഈ ഒരു വാക്കുകൾ എഴുതാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ക്ലബിനും ഈ ഒരു തീരുമാനം എടുക്കുന്നതിൽ വളരെയധികം പ്രയാസം തന്നെയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ആദ്യ നിമിഷം മുതൽ എനിക്ക് വികാരവും ബഹുമാനവും പിന്തുണയും നന്ദിയും സ്നേഹവും അല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നഗരവുമായും പ്രദേശവുമായിട്ടുള്ള ബന്ധം ഉടനടി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. കൂടാതെ കേരളത്തിലെ ജനങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ സമാധാനം തോന്നി. കൂടാതെ എനിക്ക് സ്വീകാര്യതയും തോന്നി. കൂടാതെ കേരളം എന്ന സ്ഥലം എൻ്റെ വീടായി തോന്നുകയും എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അത്ഭുതകരമായ പരിസ്ഥിതിയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നി. കേരളത്തിലെ സമൂഹം വളരെയധികം നല്ലത് തന്നെയാണ്. ഏതായാലും നിങ്ങളോട് ഓരോരുത്തർക്കും നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്ന് ഒറ്റക്കാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾ എൻ്റെ കുടുംബത്തിലൊരു അംഗമായിട്ടും കൂടാതെ തന്നെ എൻ്റെ വീടായിട്ട് കേരളം മാറ്റി തന്നതിനും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാമാണ് വിടവാങ്ങലിനെ കുറിച്ച് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചും കൂടാതെ തന്നെ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചുമൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതായാലും രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത് ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ISLന്റെ 10ാമത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് നേടിയിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആയിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ISL 10ാമത്തെ സീസണിലെ ഫൈനൽ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ATK മോഹൻ ബഗാനെതിരെ മുംബൈ സിറ്റി FC അവരുടെ കിരീടം ഇന്നലെ സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും ഫൈനൽ മത്സരം കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു മാച്ചിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ സീസണിൽ 13 ഗോളുകളുമായി ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആയിരുന്നു ഗോൾഡൻ ബൂട്ടിൽ ഒന്നാമതുള്ളത്. ഏതായാലും ഇന്നലെ ഗോൾഡൻ ബൂട്ട് വാങ്ങുവാൻ ആ ഒരു വേദിയിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഉണ്ടായിരുന്നില്ല. പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലെ ഡിഫൻഡറായ പ്രീതം കോട്ടാലായിരുന്നു ആ ഒരു ഗോൾഡൻ ബൂട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന അഥവാ അഭിമാനകരമായ നിമിഷം തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ച ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ഗോൾഡൻ ബൂട്ടെങ്കിലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ജീക്സൺ സിംഗിനെ കുറിച്ചാണ്. നമുക്കറിയാം മുമ്പൊക്കെ ജീക്സൺ സിംഗ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം KBFC എക്സ്ട്രാ എന്നൊരു എക്സ് അക്കൗണ്ട് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജീക്സൺ സിംഗിനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും ISLലെ ഒരു ക്ലബ്ബുകളും ബ്ലാസ്റ്റേഴ്സിന് ഓഫർ നൽകിയിട്ടില്ല എന്നാണ് KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ അക്കൗണ്ട് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇനി നാലാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത കരാറിനെ കുറിച്ചാണ്. ഏതായാലും അതും KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് തന്നെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. കരാർ നീട്ടാത്തതിനാൽ 2025 കരാർ അവസാനിക്കുന്ന ചില ഇന്ത്യൻ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിൽ നിന്നും വിട്ടയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് KBFC എക്സ്ട്രാ എന്ന ഒരു ട്വിറ്റർ അക്കൗണ്ട് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ കരാർ നീട്ടാൻ വിസമ്മതിക്കുന്ന താരങ്ങളെ അഥവാ ഇന്ത്യൻ താരങ്ങളെ എല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും പുറത്താക്കുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.